പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദിവസമായി നാം വാഴ്ത്തപ്പെടുന്നത് ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. സദൃശവാക്യം 14-ാം അധ്യായം എന്റെ 4-ാമത്തെ വാക്യം. കാളകൾ ഇല്ലാത്തിടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത്, കാളയുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്നവിടെ ചിന്തിക്കുന്ന ദൈവത്തിന് പറയുന്നത് കാളകൾ ഇല്ലാത്തിടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത് എന്നുള്ളതാണ്. ഈ തിരുവചന ഭാഗത്തെ ആസ്പദമാക്കി കഴിഞ്ഞ കാലങ്ങളിൽ അനേകം മെസ്സേജുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ വീണ്ടും നമ്മൾ ആ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിൽ ദൈവത്തിനെ ചിന്തിക്കുമ്പോഴേ ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നെങ്കിൽ ഈ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി എടുക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ സുവിശേഷങ്ങൾ 4 നമുക്കറിയാം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷങ്ങൾ. 4 സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിനെ വ്യത്യസ്ത രൂപങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതിൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ സിംഹത്തെ പോലെ നാം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ ഒരു അടിമയെ പോലെ അധ്വാനിക്കുന്ന ഒരു കാളയെ പോലെ ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ ജനങ്ങൾ കാളയെ കലപ്പയിൽ പൂട്ടി ഉഴുതുന്ന ഒരു കാലഘട്ടം. മാത്രമല്ല പാടങ്ങളിലേക്ക് വെള്ളം ഇറക്കാൻ വേണ്ടി കാളകളെ ആ കാലഘട്ടം ഉപയോഗിക്കുമായിരുന്നു. കൂടാതെ കാളകളെ വണ്ടി വലിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നും അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ വ്യത്യസ്തമായ നിലകളിലാണ് ഈ തിരുവെഴുത്തിനെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്നാൽ 22-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 22-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാളകളെ കുറിച്ച് പറയുന്നത് 22-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കും കാണുന്നത്, അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു എന്ന് 22-ാം സങ്കീർത്തനം ഒരു മെസ്സിക സങ്കീർത്തനമാണ്. ദാവീദ് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയത് ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് ഈ വചനമൊക്കെ നിറവേറി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ കാളകൾ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശാരീരികമായ വിധകളെ വർണ്ണിക്കുമ്പോൾ തന്നെ 12-ാം വാക്യത്തിലെ കാളകളും ബാശാൻ കൂറ്റന്മാരും എന്ന് പറയുന്നത് യഹൂദ ജനത്തെ കാണിക്കുന്നത്. ഹല്ലേലൂയ. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ഹല്ലേലൂയ ചുറ്റിയിരിക്കുന്നു. അത്ര അത്യുഗ്രന്മാരായിരുന്ന കാളബലമുള്ള ബാശാൻകുറ്റന്മാരെ പോലെയുള്ള യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെതിരെ വിരോധമായി എഴുന്നേറ്റു എന്നുള്ളത് ഈ പ്രവചന വാക്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അല്ലേ? അങ്ങനെ വ്യത്യസ്തമായ നിലയിലൂടെ ഈ വചനം വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നേക്ക് പണ്ട് കാലത്ത് അല്ലേ റോമൻ നാണയം ഒന്നും കണ്ടെടുത്തു. പണ്ട് കാലത്ത് റോമൻ നാണയം കണ്ടെടുത്തു. അല്ലേ? അതിലൊരു കാളയുടെ ചിഹ്നം കൊത്തി ഉണ്ടാക്കിയിരുന്നു. അതിന്റെ വലത്ത് ഭാഗത്ത് കലപ്പയും ഇടത്ത് വശത്ത് യാഗപീഠവും കൊടുത്തിരുന്നു. അല്ലേ? കാളയുടെ അടിയിൽ അല്ലെങ്കിൽ രണ്ടിനും ഒരുക്കം എന്ന് എഴുതിയിരിക്കുന്നതും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ റോമൻ സാമ്രാജ്യത്തിലെ ജനങ്ങൾ കഠിനമായി അധ്വാനിക്കുകയും വേണം. അതേസമയം തന്നെ യാഗപീഠത്തിലായാലും ശരി, യുദ്ധകളത്തിലായിരുന്നാലും ശരി, ജീവനെ ത്യജിക്കുന്നതിനും സമർപ്പിക്കുന്നതിനും സന്നദ്ധരായിരിക്കുകയും വേണം എന്നുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ നാണയത്തിൽ അടങ്ങിയിരിക്കുന്ന ചിഹ്നത്തിൽ രേഖപ്പെടുത്തുകയും അതിന്റെ വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. യഹൂദ ജനം എന്താണ്? റോമൻ സാമ്രാജ്യത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യണം? കഠിനമായി അധ്വാനിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ യാഗപീഠത്തിൽ ആണെങ്കിൽ പോലും ജീവൻ കൊടുക്കാൻ തയ്യാറായിരിക്കണം. യുദ്ധത്തിൽ അവർ സന്നദ്ധരായിരിക്കണം. ഹല്ലേലൂയ. അപ്പം ജീവൻ ത്യജിക്കേണ്ടി വന്നാലും എന്തിനും തയ്യാർ എന്നുള്ളതായിരുന്നു ആ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതേപോലെ തന്നെയായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. താൻ ഈ ഭൂമിയിലേക്ക് വന്ന് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ആ ഒരു അടിമയെ പോലെ അധ്വാനിക്കുന്ന ഒരു കാളയെ പോലെ ജനത്തിന് വേണ്ടിയിട്ട്
ആമീൻ തന്റെ ജീവിതം മുഴുവൻ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ 33 വയസ്സിൽ 3.5 വർഷം തന്റെ ശുശ്രൂഷയിൽ ഹല്ലേലൂയ പ്രത്യേകിച്ച് വലിയ പേരിനും പ്രശസ്തിക്കും പുകഴ്ചയ്ക്കും വലിയ സ്ഥാനമാനത്തിനും ഒന്നും ആമി പ്രാധാന്യം കൊടുക്കാതെ പാപികളായിരിക്കുന്ന ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി, അവർക്ക് നിത്യജീവൻ പകരാൻ വേണ്ടി ഹല്ലേലൂയ ഒരു കാളയെപ്പോലെ, ഒരു അടിമയായ കാളയെപ്പോലെ യേശു തന്റെ ശുശ്രൂഷയുടെ ആമീൻ ഭാഗത്ത് നിന്നു എന്നുള്ളതാണ്. യാഗപീഠത്തിൽ യാഗമായി തീരേണ്ടി വന്നാലും അത് അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദന്മാരായിരിക്കുന്ന ഭാഷാകൂറ്റന്മാരെ പോലുള്ള ജനം യുദ്ധസന്നദ്ധരായി വന്നാലും അവിടെ മരണം ത്യജിക്കേണ്ടി വന്നാലും യേശു രണ്ടിനും തയ്യാറായിരുന്നു. പ്രൈസ്. ഈ വചനത്തോടനുബന്ധമായി നാം നോക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ ഞാനും നിങ്ങളും കടന്നു പോകുന്ന പ്രതിസന്ധികൾ എത്ര വലുതായിരുന്നാലും, എത്ര വലിയ പ്രതികൂലങ്ങളായിരുന്നാലും അതിന് നമ്മൾ തയ്യാറായിരിക്കണം. കർത്താവിന് വേണ്ടി ഒരു അടിമയെ പോലെ നിൽക്കുന്നത്, ഒരടിമയെ പോലെ കർത്താവിന്റെ വേല ചെയ്യുവാൻ, ദൈവത്തിന്റെ അടിമയെ പോലെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സ്തോത്രം നമുക്ക് സന്മനസ്സുണ്ടാകണം. പലർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവദാസൻ എന്ന് വിളിക്കുന്നതിനകത്ത് ഭയങ്കര മടിയ. ദാസൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എന്താ ദാസനെ എന്നൊക്കെ എനിക്ക് ചോദിച്ചാലല്ലേ, ദാസൻ എന്ന് പറഞ്ഞ അടിമയെന്ന അർത്ഥമാണ്. ഹല്ലേലൂയ. ഒരു അടിമയെ പോലെ താഴ്ച ഭവിപ്പാൻ ദൈവമക്കൾക്ക് ഇന്ന് തയ്യാറല്ല. ഹല്ലേലൂയ. ഞാൻ പഠിച്ച ബൈബിൾ കോളേജിന്റെ പേര് ഡൂലോസ് എന്നാണ്. ഡൂലോസ് എന്ന വാക്കിന്റെ അർത്ഥം അടിമയെന്നാ. അപ്പൊ ആ ഡൂലോസ് എന്ന കോളേജിൽ ഒരു അടിമയെ പോലെ നിന്ന് തിരുവചനം പഠിക്കുവാനും നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മൾ ഒരു അടിമയെ പോലെ നിൽക്കണം. അടിമയ്ക്ക് ഒരുപാട് ജോലി ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അടിമയായ കാളയെ കൊണ്ടായി വണ്ടി വലിപ്പിക്കുന്നതിലും ഉഴുതുന്നതും പാടങ്ങളിലേക്ക് വെള്ളം ഇറക്കുന്നതിൽ അടിമയായ കാളെ. അപ്പൊ നമ്മൾ കഠിനമായി കർത്താവിനോട് അധ്വാനിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം രാജ്യത്തിന്റെ സുവിശേഷവും നാം അതുപോലെ നൽകുവാൻ കഴിയണം. ഒരടിമയെ പോലെ കർത്താവിന്റെ സന്നിധി നിൽക്കണം, വേല ചെയ്യണം. രാജ്യത്തിന്റെ സുവിശേഷം ഗ്രാമം തോറും നടന്ന് നമ്മൾ പ്രസംഗിക്കുകയും ചെയ്യണം. പ്രൈസ് ലോർഡ്. വലിയൊരു ഉത്തരവാദിത്വമാണ് യേശു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ ഒരു അടിമയെ പോലെ നിന്ന് കർത്താവിന്റെ സുവിശേഷം, ദൈവം തന്ന മാനസാന്തരത്തെ കുറിച്ച്, ദൈവം നിനക്ക് തന്ന നിത്യജീവനെ കുറിച്ച്, ആന്തരികമായ രക്ഷയെക്കുറിച്ച് ലോക ജനത്തോട് പ്രസംഗിക്കണം. പ്രൈസ് ലോർഡ്. ജനം ഉണരണം. ഈ കാലഘട്ടങ്ങളിൽ ജനം മാനസാന്തരപ്പെടണം, പാപത്തിന്റെ വഴികൾ വിട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നത് എല്ലാ ജനങ്ങളും നിത്യജീവൻ പ്രാപിച്ച് ദൈവരാജ്യത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ്. ഹല്ലേലൂയ. ആരും നഷ്ടപ്പെടാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എന്തിനും തയ്യാറായിരിക്കണം നമ്മൾ. സ്തോത്രം. വേല ചെയ്യുവാനും കർത്താവിന് വേണ്ടി സാക്ഷ്യമായി തീരുവാനും ഈ പോർക്കളത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി സുവിശേഷത്തിൽ ജ്വലിക്കുവാനും യുദ്ധം ചെയ്യുവാനും നമ്മൾ തയ്യാറാകണം. മകളെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്രയോ ആളുകളാണ് കർത്താവിന്റെ സന്നിധിയിൽ ഒരു ദാസനെ പോലെ, ഒരു അടിമയെ പോലെ നിന്ന് കർത്താവിന്റെ മഹത്വമേറിയ വേല ചെയ്യുകയും മാത്രമല്ല കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി മാറി. അവർ ഈ ലോകത്തിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് കള്ളക്കേസുകളിൽ കുടുങ്ങി അവർ ജയിലിൽ കിടക്കേണ്ടി വന്നു. അല്ലേ? അങ്ങനെയുള്ള അനുഭവത്തിൽ ദൈവദാസന്മാരെ നമുക്ക് കാണാൻ കഴിയും. യാഗപീഠത്തിൽ യാഗമായി തീരേണ്ടി വന്നാലും വ്യതിചലിക്കാതെ, അടിതെറ്റാതെ, കാലിടറാതെ യേശുവിനോട് ഏൽപ്പിച്ചു കൊടുത്തു. ഇതെല്ലാം നമ്മുടെ കർത്താവ് ചെയ്തു എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ തന്റെ 33 വയസ്സിൽ തന്റെ 3.5 വർഷത്തെ പരിശുശ്രൂഷ സമയത്ത് യേശു ഈ ഭൂമി തനിക്ക് നേരിട്ട എല്ലാ പ്രതിസന്ധികളും നടുവിലും ഒരടിമയെ പോലെ നിന്ന് പിതാവ് ഏൽപ്പിച്ച വേല ചെയ്തു എന്ന് ഞാൻ നിങ്ങളും തിരിച്ചറിയണം. നമുക്കതിന് കഴിയണം കേട്ടോ. പ്രൈസ് ലോർഡ്. ജീവിതത്തിൽ ഏറെ പ്രതിസന്ധികൾ കടന്നു വരാം, ഒരുപാട് ദുഃഖങ്ങൾ കടന്നു വരാം, ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരാം. ആരും ഒരു സഹായത്തിനില്ലാതെ വന്നേക്കാം. ഒന്ന് സന്തോഷത്തിന്റെ വാക്കുകൾ പറയുക, ഒരു ആശ്വാസത്തിന്റെ വാക്ക് പറയുക, ഒരു സമാധാനത്തിന്റെ വാക്ക് പറയുവാൻ ആരും കാണില്ല. കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോലും ആരും കണ്ടെന്ന് വരത്തില്ല.
ജീവിതത്തിൽ എല്ലാ നിലയിലും നീ ഒറ്റപ്പെട്ടേക്കാം. ആ സമയം നീ ചിന്തിച്ചേക്കാം, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, നിരാശപ്പെട്ടു പോയല്ലോ, എന്താണ് കർത്താവ് എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ എന്ന് ചിന്തിക്കുന്ന നാളുകൾ പോലും നിന്റെ ജീവിതത്തിൽ വന്നേക്കാം. അങ്ങനെയുള്ള കാലങ്ങളിലേക്ക് നീ കടന്നു പോകുമ്പോൾ ഓർത്തോണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു അടിമയായ കാള തന്നെ കണ്ട് ആമിന്റെ യജമാൻ അടിവ് പണി ചെയ്യിപ്പിക്കുന്നത് പോലെ, അടിമയായ കാള അത് കഷ്ടപ്പെടുന്ന പോലെ യേശു ഭൂമിയിലായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ അതോർത്ത് നാം ദൈവത്തെ സ്തുതിച്ച് കർത്താവിന് വേണ്ടി നിൽക്കണം. അത് നമ്മളെ തഴഞ്ഞു കളയുന്ന നമ്മെ തനിച്ചാക്കി പോകുന്നവരല്ല നമ്മുടെ ദൈവം. പ്രൈസ്. നമ്മുടെ ഏത് ആകുലതകളുടെ നടുവിലും ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമ്മെ വലം കൈ പിടിച്ച് താങ്ങി നിർത്തുന്നവനായ യേശു. പ്രൈസ്. അപ്പൊ യേശു പകലെല്ലാം ഗ്രാമത്തോറും നടന്ന് രാജ്യത്തിന് സുവിശേഷം പ്രസംഗിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, അത്ഭുതങ്ങൾ ചെയ്തു, എല്ലാം ചെയ്തു. രാത്രി കാലങ്ങളിൽ അവൻ മലയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് തിരുവെഴുത്ത് നമുക്ക് വായിക്കാൻ കഴിയും. അല്ലേ? അപ്പം പകൽ മുഴുവൻ ശുശ്രൂഷ. അല്ലേ? എന്നിട്ട് രാത്രിയിൽ യേശു അല്ലേരിയ പോയി എന്ന് പ്രാർത്ഥിച്ചു എന്ന് ദൈവജനം കാണുന്നതാണ്. അപ്പം യേശു ക്രിസ്തുവിന്റെ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ അനുഭവമായിരുന്നു. പ്രാർത്ഥനയോടെയാണ് നീ നിന്റെ ജീവിതത്തിൽ നിൽക്കുന്നെങ്കിൽ നിന്റെ ജീവിതം എപ്പോഴും വൃത്തിയോടെ നിനക്ക് സൂക്ഷിക്കാൻ കഴിയും. അല്ലേടി? അപ്പൊ കാളകൾ ഇല്ലാത്തിടത്ത് തൊഴുത്ത് വെടിപ്പെടുമെന്ന് പറയുമ്പോൾ സ്തോത്രം, നമ്മുടെ ജീവിതം എപ്പോഴും വെടിപ്പുള്ളതായിരിക്കണം, ശുദ്ധമായിരിക്കണം. അതുകൊണ്ടാണ് യേശു പഠിപ്പിക്കുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നൊക്കെ. അല്ലേ? അത് ജീവിതത്തിലൊന്നുമില്ലെങ്കിലും, ജീവിതത്തിലൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണം, രക്തം ചെയ്യും. പക്ഷെ ആ ഭാഗത്താണ് മനുഷ്യൻ പലപ്പോഴും പരാജയപ്പെടുന്നത്. ഞാനടക്കമുള്ള ആളുകൾ എപ്പോഴും പരാജയപ്പെടുന്നത് ഹൃദയശുദ്ധീകരണത്തിനകത്താണ്. നാം അറിഞ്ഞും അറിയാതെയും ഒക്കെ ആയിട്ട് പരിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടും വിവേകമില്ലായ്മകൾ കൊണ്ട് പോലും പലപ്പോഴും നമ്മൾ ഹൃദയത്തിനകത്ത് അശുദ്ധി പ്രവേശിക്കുന്ന നിലയിലുള്ള വാക്കുകൾ, സംസാരങ്ങൾ, ഇടപെടലുകൾ നമ്മളിൽ കടന്നു വരാം. ലേവിയ ഇതെല്ലാം യേശു മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്, നാം ഒരു അടിമയെ പോലെ നിന്ന നമ്മുടെ ജീവിതത്തെ നമ്മൾ വെടിപ്പുള്ളതാക്കിയെടുക്കണം. അല്ലേറിയ കാള ബലമുള്ള, ഭാഷാങ്കുറ്റന്മാർക്ക് ബലമുള്ള അനേകർ നിന്റെ ജീവിതത്തെ തകർക്കുവാൻ വരുമ്പോൾ, നിന്നെ വളയുമ്പോൾ അതിന്റെ നടുവിൽ നീ വീണു പോകാതെ അല്ലേലിയ നിന്റെ ജീവിതമാകുന്ന തൊഴുത്തിനകത്ത് നീ വിശുദ്ധിയോടെ നിൽക്കണം. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഈ ദൈവത്തിനൊക്കെ പ്രസംഗം ഞാൻ പലപ്പോഴും കർത്താവിനോട് പറയുന്നത്, കർത്താവ് ഹൃദയശുദ്ധിയുള്ളവരാണല്ലോ ഭാഗ്യവാന്മാർ. എന്നിട്ട് ഞാൻ പലപ്പോഴും തെറ്റായ വാക്കുകളും തെറ്റായ ചിന്തകളും നിരൂപണവും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അതങ്ങനെയാണ്, മനുഷ്യൻ ജഡത്തിൽ വസിക്കത്തുള്ളതാണ് ഇങ്ങനെയൊക്കെ വരും. പക്ഷെ അവിടെയെല്ലാം നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കണം, രക്തം ചെയ്യാൻ. അപ്പൊ യേശു പകൽ മുഴുവൻ ശുശ്രൂഷ, നല്ലൊരു അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ ചെയ്ത് രാത്രിയിൽ യേശു മലമേൽ കയറിപ്പോയി പ്രാർത്ഥിക്കുന്നു. അല്ലേ? ഒരു വശത്ത് രാത്രിയും പകലും ഓടി ഓടി അധ്വാനം. ഒരു വശത്ത് രാത്രി, ഒരു വശത്ത് പകൽ മുഴുവൻ ശുശ്രൂഷ, രാത്രി മുഴുവൻ പ്രാർത്ഥന. ഒരടിമയെ പോലെ കർത്താവിന്റെ ദൗത്യം നിറവേറുന്ന കണ്ടോ. നമ്മളതിന് സന്നദ്ധരായി മാറണം. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഈ ലോകത്തിന്റെ പ്രതാപത്തിനും പണത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി, അധികാരങ്ങൾക്കും വേണ്ടി നീ ഓടരുത്. ഇവിടുത്തെ ദിവ്യാഗ്രഹങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ലോകസുഖങ്ങൾക്ക് വേണ്ടി നീ ഓടരുത്. കർത്താവിന് വേണ്ടി ഇതിനെ ഒരു അടിമയായി ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് പകൽ എന്നോടൊപ്പം പറയാം, കർത്താവ് ഒരു അടിമയെ പോലെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ സന്നിധിയിൽ അടിമയെ പോലെ എന്ന് വേല ചെയ്യുവാൻ, ആ യാഗപീഠത്തിൽ ഞാൻ യാഗമായി മാറേണ്ടി വന്നാലും, ഈ യുദ്ധക്കളത്തിൽ നിനക്ക് വേണ്ടി നിൽക്കേണ്ടി വന്നാൽ, ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ഞാൻ ഇതിന് തയ്യാറാണെന്ന് പറയുവാൻ എന്നെ കേൾക്കുന്ന മാതാപിതാവ് നീ തയ്യാറാണെങ്കിൽ, എന്നെ കേൾക്കുന്ന യുവക്കന്മാരെ, നിങ്ങളിൽ മനസ്സൊരുക്കമുണ്ടെങ്കിൽ ദൈവം നിന്നെയാണ് ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. രക്തം ചെയ്യും. അല്ലെങ്കിൽ സുഖലോലുപമായ ജീവിതത്തിൽ വസിക്കുന്നവരെ ദൈവം ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. കാരണം അവർക്ക് ഈ ലോകത്തിന്റെ സുഖലോലുപമായ ജീവിതമാണ്.
എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ സന്നിധി താഴ്ത്തി കൊടുക്കുന്നവരെയാണ് ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്നത്. രക്തം ചെയ്യും അത് ഇന്ന് പകൽ നിന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കാൻ തയ്യാറായാൽ ദൈവം നിന്റെ ബലഹീനതകളിൽ നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. നിന്റെ കഷ്ടതകളിൽ ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. നിന്റെ പ്രതികൂലങ്ങളിൽ ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. നീ കടന്നു പോകുന്ന മാനസികമായ സംഘർഷങ്ങളുടെ നിലയിൽ ദൈവം നിനക്ക് ആശ്വാസം തരും. യേശു സമാധാനമായി നിന്റെ ജീവിതത്തിലെത്തും. ഈശോ വിശ്വസിക്കുന്ന കരമടിച്ചൊക്കെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ഈ ദൈവ വചനമൊക്കെ പറയുമ്പോൾ നിങ്ങളെ അനേകം വിവിധ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഒരുപാട് പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒരുപാട് ഭാരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട്. ആരോടും നിങ്ങളുടെ പ്രശ്നമൊന്ന് പങ്കുവെക്കുവാനില്ലാതെ നിങ്ങൾ വേദനിക്കപ്പെടുന്നുണ്ട്. അതിന്റെ നടുവിൽ ഭാരപ്പെട്ടു പോകണ്ട. നീ കർത്താവിന്റെ സന്നിധിയിൽ അടിമയെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കും. ഈശോ അതുകൊണ്ടാണ് 55-ാം സങ്കീർത്തനം 22-ാം വാക്യമൊക്കെ വാങ്ങി നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. അത് നമുക്കെടുക്കാവുന്ന ഭാരം മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കെടുക്കാവുന്ന ഭാരത്തെക്കാൾ ഒരല്പമെങ്കിലും കൂടിയാൽ നമ്മൾ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. അത് മരണത്തിലേക്ക് നമ്മെ നയിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് വഹിക്കാൻ പറ്റുന്ന ഭാരം മാത്രം എടുത്താൽ മതിയെന്ന്. ഹല്ലേലൂയ. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. രക്തം ചെയ്യും അല്ലേ. നീ ഒരു നീതിമാനായി ദൈവസന്നിധിയിൽ നിന്നാൽ നീ കുലുങ്ങിപ്പോകാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കുകയില്ല. അപ്പൊ യേശു പകൽ മുഴുവൻ ശുശ്രൂഷ, അത്ഭുതങ്ങൾ, അടയാളങ്ങളെല്ലാം രാത്രി മലമേൽ പോയി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു വശത്ത് രാത്രിയും മറുവശത്ത് പകലും ഓടി അധ്വാനിച്ച അധ്വാനം, മറുവശത്ത് ക്രൂശിനെ ലക്ഷ്യമാക്കി ഹല്ലേലൂയ ആമേ ഉത്സാഹത്തോടുകൂടിയ ഉള്ള നടപ്പ്. ഹല്ലേലൂയ. അപ്പൊ യേശു എന്താണ് ചെയ്തത്? ഹല്ലേലൂയ. പകൽ മുഴുവൻ ശുശ്രൂഷ, രാത്രി മുഴുവൻ പ്രാർത്ഥന. അപ്പോൾ തന്നെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ക്രൂശിനെ ലക്ഷ്യമാക്കി ഉത്സാഹത്തോടെയുള്ള നടപ്പ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവങ്ങൾ, നമ്മുടെ രാജ്യത്തില് കൊയ്ത്ത് വളരെ ഒന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ യേശു ഹല്ലേലൂയ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ഹല്ലേലൂയ അധികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചുവെന്ന് അവൻ മർക്കോസ് വിശേഷം 1:35 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളും അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം യേശുവിനെ പോലെ. അപ്പൊ അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പിതാവിൽ നിന്ന് പ്രാപിച്ചാണ് യേശു തന്റെ ശുശ്രൂഷ ചെയ്തത്. കാരണം കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിന് വേണ്ടി വലിയൊരു കൂട്ടം ജനത്തെ ഒരുക്കിയെടുക്കുവാൻ രാത്രിയുടെ സമയങ്ങളിൽ ആത്മഭാരത്തോടെ മലയിൽ പോയി അധികാലത്തിരുട്ടുള്ളപ്പോൾ നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം യേശുവിനുണ്ടായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകണം കേട്ടോ. ഹല്ലേലൂയ. രാത്രിയുടെ സമയങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക കഴിയണം. ഹല്ലേലൂയ. അധികാലത്ത് നിർജ്ജന പ്രദേശത്ത് യേശു പോയി പ്രാർത്ഥിച്ച പോലെ അധികാലത്ത് എഴുന്നേറ്റ് പക്ഷിപറവജാതികൾ ചിലച്ചിറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ കഴിയണം. ഞാൻ പലപ്പോഴും പല ആളുകളുമായിട്ട് സംസാരിക്കും. പലരും പറയും ഞാൻ പ്രാർത്ഥനയെ കുറിച്ച് പറയാം, പലരും പറയാം എന്റെ പക്ഷെ പണ്ടൊക്കെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, പണ്ടൊക്കെ പ്രാർത്ഥിക്കാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രാത്രിയിൽ പകലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് കിടക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അലാറം വെച്ച് കിടന്നാൽ പോലും എഴുന്നേക്കാൻ തോന്നില്ല, അത്രമാത്രം ശരീരത്തിന് ക്ഷീണമോ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. അല്ലേ, ഞാൻ അവരോട് ഒരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഞാൻ അവരോട് പറയും നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല എന്ന് തോന്നിയാൽ പോലും നിങ്ങൾ എങ്ങനെയെങ്കിലും എഴുന്നേക്കണം. എഴുന്നേറ്റ് നിങ്ങൾ ദൈവത്തിനെ പ്രാർത്ഥിക്കണം, മുഴങ്കാലും അടക്കണം. അല്ലേ, അപ്പം ജീവിതം എന്ന് പറയുന്ന യേശുവിനെ പോലെ തന്നെ അല്ലേ നമ്മൾ കൊടുക്കണം. അപ്പം വലിയ സ്തോത്രം. നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷവും അല്ലെങ്കിൽ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നുണ്ട്. 9-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഇങ്ങനെ 9:37 അവൻ തന്റെ ശിഷ്യന്മാരോട് യേശു പറയുക, അല്ലേ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാര് ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിനെന്ന് പറഞ്ഞു. അതായത് ഭൂമി മുഴുവൻ കൊയ്ത്തിനായിട്ട് വിളയപ്പെട്ട് കിടക്കുക.
കോടാനുകോടി ജനങ്ങൾ പാപത്തിൽ, ശാപത്തിൽ, രോഗത്തിൽ, മദ്യത്തിന്, മയക്കുമരുന്ന്, ലഹരിക്ക്, ഈ ലോകത്തിന്റെ അശ്ലീലമായ ജീവിതത്തിൽ തീവ്രവാദ, ഭീകരവാദ, വർഗീയതയിൽ അകപ്പെട്ട് ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ കിടക്കുകയാണ്. അല്ലേലിയ. അതിന്റെ നടുവിൽ കർത്താവ് രാത്രിയിലും പകലിരുന്ന് പ്രാർത്ഥിക്കുക. എന്തിനാണ്? കൊയ്ത്തിന് വേണ്ടിയിട്ട് വേലക്കാരെ ഒരുക്കിയെടുക്കാൻ. അല്ലേലിയ. ഇവിടെ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം എന്ന് പറഞ്ഞ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് മനുഷ്യരെ പിടിക്കുവാനുള്ള അല്ലേലിയ ശുശ്രൂഷ കർത്താവ് ശിഷ്യന്മാരെ ഫലമേൽപ്പിക്കുവാൻ തുടങ്ങുക. അല്ലേലിയ. മനുഷ്യരെ പിടിക്കുവാൻ അല്ലേലിയ ഉള്ള ശുശ്രൂഷ കർത്താവ് ശിഷ്യന്മാരെ ഏൽപ്പിക്കുക. അല്ലേലിയ. യേശു പുരുഷാരത്തെ കണ്ട് മനസ്സറിഞ്ഞു. താൻ പോയ ശേഷവും തന്റെ ശുശ്രൂഷ തുടരുവാൻ തന്റെ ശിഷ്യന്മാരായി വരുന്നവർ മനസ്സും കഴിവുള്ളവരാകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. അല്ലേലിയ. അപ്പം മത്തായി സുവിശേഷം 9:36 വായിക്കും എന്നാണ് കാണുന്നത്. അവൻ പുരുഷാരത്തെ ഇടയില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ട് അവരെ കുറിച്ച് മനസ്സറിഞ്ഞു. തന്റെ ശിഷ്യന്മാരുടെ കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരെ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ എന്ന് പറയുമ്പോൾ യേശു പറയാണ്, ഞാൻ ഈ ലോകം വിട്ടു പോയാലും, അല്ലേലിയ, ഞാൻ നിങ്ങളെ വിട്ടു പിരിഞ്ഞു പോയാലും എനിക്ക് പകരം ഈ വേല ചെയ്യുവാൻ നീ തയ്യാറാകണം. അല്ലേലിയ. അത് എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, കർത്താവ് യേശു ക്രിസ്തു ഈ ലോകം വിട്ട് ആമി സ്വന്തം ശിഷ്യന്മാരെ വിട്ടു പോയാലും, ആമി താൻ ക്രൂശിൽ ആമി അടക്കപ്പെട്ട ഉയർത്തി സ്വർഗാരോഹണം ചെയ്താലും, കർത്താവ് ചെയ്ത വേലയുടെ സ്ഥാനത്ത് നിന്ന് വേല ചെയ്യുവാൻ വേണ്ടി ദൈവം നമ്മെ ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുക. താങ്കളതിന് തയ്യാറാണ്? രക്തം ചെയ്യും. ഈ ലോകത്തിലെ ഏറ്റവും പ്രശംസയുള്ള ജോലി എന്ന് പറയുന്നത്, ഏറ്റവും ഉന്നതമായ ജോലി എന്ന് പറയുന്നത്, ഏറ്റവും അഭിമാനമുള്ള ജോലി എന്ന് പറയുന്നത് സുവിശേഷ വേല ചെയ്യുക എന്നുള്ളതാണ്. അല്ലേലൂയ. പലതും പറഞ്ഞാൽ സുവിശേഷ വേലയോളം അഭിമാനമുള്ള, പ്രശംസയുള്ള, സന്തോഷമുള്ള, സമാധാനമുള്ള ജോലി വേറെ ഒന്നുമില്ല കേട്ടോ. അല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ പോയ ശേഷവും തന്റെ ശുശ്രൂഷ തുടരുവാൻ തന്റെ ശിഷ്യന്മാരെ യേശു അവരെ മനസ്സും കഴിവുള്ളവരാക്കുക. ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുകയാണ് കൊയ്ത്ത് എന്ന് പറയുന്നത്. ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുന്നതാണ് കൊയ്ത്ത് എന്ന് പറയുന്നത്. അല്ലേലൂയ. യജമാനന്റെ വേലക്കാനായിരിക്കുവാൻ ഓരോ ശിഷ്യനും കടപ്പാടുള്ളവനാണ്. അല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഓരോ ദൈവ പൈതലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്, നമ്മുടെ യജമാനായ കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ നേടുവാൻ നീ ഒരു അടിമയെ പോലെ വേല ചെയ്യണം. അല്ലേലൂയ. അതുകൊണ്ടാണ് മാർക്കോസ് സുവിശേഷത്തിൽ യേശു ഒരു അടിമയെ പോലെ അധ്വാനിക്കുന്ന കാള. അല്ലേലൂയ. ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നാം ചിന്തിക്കുമ്പോൾ നാം കർത്താവിന് വേണ്ടി നിൽക്കണം. അല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലോകം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വലിയ വയലാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഭൂമിയിലെ വയലിനെ കുറിച്ചല്ല പറയുന്നത്. ഈ ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾ ഒന്നിച്ചുള്ള 800 കോടിയിലധികം ജനം വസിക്കുന്ന വലിയൊരു വയലിനെയാണ് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ആ ഒരു വലിയ വയലിനകത്താണ് നമുക്ക് കൊയ്ത്തുള്ളത്. ഈ വലിയ കൊയ്ത്തിനകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ പാപത്തിൽ വീണ് കിടക്കുകയാണ്. ലേലിയ. പാപികളായിരിക്കുന്ന ജനത്തെ അവരെ ആത്മാവിൽ ഒരുക്കിയെടുത്ത നിത്യജീവനെ നൽകി അവരെ നിത്യമായി രാജ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള മഹനീയമായ ശുശ്രൂഷയാണ് യേശു നമുക്ക് തന്നത്. ആ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നമ്മളൊരു അടിമയെ പോലെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ഒരു അടിമയെ പോലെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ആ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുക്കുമ്പോഴാണ് ദൈവസാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരുപാട് പദ്ധതികളുണ്ട്. ഈ ലോകമാകുന്ന വയലിനെ ദൈവം നിന്റെ മുമ്പിൽ വെച്ചിട്ട് നിന്നെ അവിടുത്തെ ദാസനായ ദാസിയായി ദൈവം വേർതിരിച്ചോടെ നിർത്തിയിരിക്കുന്നത് ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടാണ്. യജമാനന് വേണ്ടി അല്ലെങ്കിൽ ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. 5 താലന്ത് കിട്ടിയവൻ 5 കൂടെ നേടി എന്ന് പറഞ്ഞതുപോലെ
രണ്ട് കിട്ടിയവൻ രണ്ടുകൂടെ നേടിയതുപോലെ നിന്നെ ഏൽപ്പിച്ച താലന്തുകൾ നീ വ്യാപാരം ചെയ്യണം, രക്തം ചെയ്യണം. മൗനമായിരിക്കുവാനുള്ള സമയമല്ല, ഹല്ലേലൂയ. തളർന്നിരിക്കുവാനുള്ള സമയമല്ല, ക്ഷീണിച്ചിരിക്കുവാനുള്ള സമയമല്ല. ഈ ലോകമാകുന്ന വയലിലെ കർത്താവിന്റെ മുമ്പിൽ കാണിച്ചു തരുമ്പോൾ, ഹല്ലേലൂയ, ഈ ലോകമാകുന്ന വയലിൽ ഹല്ലേലൂയ കിടക്കുന്ന ഈ ജനത്തെ, ഹല്ലേലൂയ, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടക്കുന്ന ജനത്തെ, ഹല്ലേലൂയ, യജമാനന്റെ രാജ്യത്തിലേക്ക് നേടുവാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുക, രക്തം ചെയ്യണം. ഇന്ന് പകൽ ചില ദൈവിക നിയോഗങ്ങൾ ദൈവം നിനക്ക് തരുമ്പോൾ, ആത്മാവിന്റെ ചില നിയോഗങ്ങൾ തരുമ്പോൾ, ദൈവത്തിനൊന്ന് താഴ്ത്തിക്കൊടുത്ത് നിന്നെ തന്നെ ഒന്ന് ഫലമേൽപ്പിച്ച് അടിമയെ പോലെ ഏൽപ്പിച്ച കർത്താവേ, ഈ ലോകമാകുന്ന വയൽ എന്റെ മുമ്പിൽ വെച്ചിട്ട് എന്റെ ഒരു കൊയ്ത്തിനായിട്ട് ഇവിടെ നിർത്തിയിരിക്കുമ്പോൾ ഞാൻ അത് ചെയ്യുവാൻ പ്രാപ്തനാണ്, ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം ദൈവം മാറ്റിത്തരും, രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ ഇത് കൊയ്ത്ത് കാലമാണ്. കൊയ്ത്തുകാർക്ക് കർത്താവ്, അല്ലെങ്കിൽ സ്തോത്രം, കർത്താവിന്റെ പ്രവൃത്തി കൊയ്ത്തുകാർക്ക് തക്ക പ്രതിഫലവും തരും. അപ്പൊ ഇത് കൊയ്ത്തിന്റെ കാലഘട്ടമാണ്. കർത്താവിന് വേണ്ടി കൊയ്യുവാൻ ഇറക്കുന്നവർക്ക് കർത്താവ് തക്ക പ്രതിഫലവും തരും, ഹല്ലേലൂയ. അപ്പൊ കൊയ്ത്തിലേക്ക് കൂടുതൽ ശിഷ്യന്മാർ ഇറങ്ങുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ലോകമാകുന്ന വയല്, ഈ വയലിൽ കിടക്കുന്ന ഈ ലോകമാകുന്ന വയലിലുള്ള ജനത്തെ കർത്താവിലേക്ക് നേടുവാൻ അനേക കൊയ്ത്തുകാരിറങ്ങുവാൻ വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കണം, അല്ലേ? ആ ഒരു കടപ്പാട് കർത്താവ് എനിക്കും നിങ്ങൾക്കും തന്നതാണ്, ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിന്റെ ഒരു മേഖലയിൽ തകർന്നു പോകരുത്. ഏത് സമയത്തും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകണം. നീ ഏത് സമയത്തും യേശുവിന്റെ അടിമയെ പോലെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. രക്തം ചെയ്യണം. ജീവിതത്തിൽ ഒരുപാട് വേദനകളിൽ കൂടെ കടന്നു പോകാം, ഒരുപാട് സങ്കടങ്ങൾ കടന്നു പോകാം. ചിരിച്ച മുഖത്തോടെ ദൈവത്തിന്റെ വേല ചെയ്യണം, സന്തോഷത്തോടെ കർത്താവിന്റെ വേല ചെയ്യണം. ഉപദ്രവങ്ങൾ കടന്നു വന്നാലും, പീഡകൾ കടന്നു വന്നാലും, പരിഹാസങ്ങൾ കടന്നു വന്നാലും, വെല്ലുവിളികൾ കടന്നു വന്നാലും, എല്ലാം നഷ്ടപ്പെട്ടാലും, ജീവിതത്തിൽ ഒന്നുമില്ലാതെയായി മാറിയാലും, ആരും ഒരു കൂട്ടിന്റെ സഹായത്തിന് ഒന്നുമില്ലെങ്കിലും, ഈ ലോകമാകുന്ന വയൽ നിന്റെ മുമ്പിൽ കർത്താവ് വെച്ചിട്ട് പറയാ, കൊയ്ത് തുടങ്ങാൻ. അത് നീ കൊയ്ത് തുടങ്ങുമ്പോൾ, സുവിശേഷം പറഞ്ഞു തുടങ്ങുമ്പോൾ, ആത്മാക്കളെ നേടി തുടങ്ങുമ്പോൾ, പ്രതിഫലവുമായി അവൻ നിന്റെ അരികിലേക്ക് എത്തും. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന് ബദലേ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. എത്രയോ കോടിക്കണക്കിന് കുടുംബങ്ങളാണ് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നത്. ചില്ലുകുപ്പി ഉടഞ്ഞ് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ ചില്ലുകുപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ നിലത്തുടച്ചു നോക്കണം. ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ ചില്ലുകുപ്പി ഉടഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ചില്ലുകുപ്പി ഉടഞ്ഞ് കിടന്നാൽ, ഹല്ലേലൂയ, അത് കൈകളിലും കാലുകളിലും ഒക്കെ കൊള്ളും, മുറിവുണ്ടാക്കും, രക്തം പൊടിയും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞു ഈ ലോകമാകുന്ന വയലിൽ 800 കോടി ജനം പാപമാകുന്ന പാപജീവിതത്തിൽ ഉടഞ്ഞു കിടക്കുക, ചില്ലുകുപ്പി ഉടഞ്ഞു കിടക്കുന്ന പോലെ ഉടഞ്ഞു കിടക്കുക, മുറിവേറ്റ് ചോര വാർന്നു കിടക്കുക. അവരുടെ മുറിവുകളെ കെട്ടുവാനാ ദൈവം നിന്നെ വിളിച്ചത്, അല്ലേ? അവരുടെ മുറിവുകളെ എണ്ണ പൂശി അവരുടെ മുറിവുകളെ കെട്ടുവാൻ ദൈവം നിന്നെ വിളിച്ചു. വലിയൊരു ഉത്തരവാദിത്വമാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്, അല്ലേ? സമയം ഇനി അധികമില്ല. യേശുക്രിസ്തുവിന്റെ മധ്യാകാശം വരെ ഏറ്റവാസനമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് പകൽ നീ കർത്താവിന് വേണ്ടി ഒരുങ്ങണം. ലോകത്തിന് വേണ്ടി അല്ല നമ്മൾ ഒരുങ്ങേണ്ടത്, യേശുവിന് വേണ്ടി. അവൻ നിന്നെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളെ യേശു ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാ. അവന്റെ അവസാന തുള്ളി രക്തം വരെ അവൻ നിനക്ക് നന്നു. നിന്റെ പാപത്തിന്റെ കറകളെ കഴുകി, നിന്റെ പാപത്തെ ദൈവം വെടിപ്പാക്കി, നിന്റെ ഹൃദയത്തെ ദൈവം ശുദ്ധീകരിച്ച് സുവിശേഷം നിന്റെ അന്തരങ്ങളിൽ തന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ അയച്ച് അഭിഷേകത്തിന്റെ മേൽ നിറച്ച് ലോകമാകുന്ന വയലിന്റെ കമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് പറയുക, നീ ഇറങ്ങി കൊയ്യണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിനെതിരെ ഒരുപാട് കാളകൾ, ഭാഷാകുറ്റന്മാർ, അല്ലെങ്കിൽ അങ്ങനെ അനവധി പ്രതികൂലങ്ങൾ ഒക്കെ വന്നെങ്കിലും യേശു ഒരടിമയെ പോലെ നിന്ന് കർത്താവിന്റെ വേല ചെയ്യുക, രക്തം ചെയ്യും. അതാണ് പ്രിയരെ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ യേശുവിനെ വേണം അനുഗമിപ്പാൻ, യേശുവിനെ വേണം മാതൃകയാക്കാൻ. ഹല്ലേലൂയ. അപ്പൊ യേശുവിടെ കൊയ്ത്ത് വളരെ വേലക്കാരെ ചുരുക്കം. നാം നമ്മുടെ വലിയ രാജ്യത്തെ ആദായം ചെയ്യുന്ന
കഠിനമായ അധ്വാനം നമുക്ക് ആവശ്യമാണ് നമ്മുടെ രാജ്യത്തെ ആത്മീയ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ. നമ്മൾ ലോക രാജ്യങ്ങളെ ആത്മീയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ, വലിയൊരു ഉണർവിലേക്ക് രാജ്യത്തെ നയിക്കുവാൻ വേണ്ടി, രാഷ്ട്രങ്ങളെ നയിക്കാൻ വേണ്ടി നാം കഠിനാധ്വാനം ചെയ്യണം. രാവും പകലും ദൈവത്തിന് മുഴങ്ങാലും അടക്കി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാവിന്റെ പ്രാർത്ഥന അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോയോ? നിന്റെ പ്രാർത്ഥന ജീവിതം മടുത്തു പോയോ? നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന നിനക്ക് നിന്നു പോയോ? ഇന്ന് പകൽ നീ പ്രാർത്ഥനയിലേക്ക് എഴുതേക്കണം. നിങ്ങളുടെ ഈ ലോകത്തിന്റെ ദുർജീവിതങ്ങൾ വിട്ട്, ദുർസ്വഭാവങ്ങൾ വിട്ട്, ലോകത്തിന്റെ സമയത്തെ നഷ്ടപ്പെടുത്തുന്ന ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾ വിട്ടിട്ട് ദൈവത്തിലേക്ക് വന്ന് മടങ്ങി മുട്ടുകുത്തി നീ കർത്താവിന് വേണ്ടി എഴുതേക്ക്. നിന്റെ കർത്താവിന് ആവശ്യമാണ്. കഠിന അധ്വാനത്തിനായി നിങ്ങളെ തന്നെ ദൈവത്തെ സമർപ്പിക്കണം. കഠിനാധ്വാനത്തിന് വേണ്ടി, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, കഠിനാധ്വാനത്തിന് വേണ്ടി നിങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കണം. നിത്യകാലം അല്ലുരിയ നിങ്ങൾ യേശുക്രിസ്തുവിനോട് കൂടി ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് പറയാൻ നിത്യമായ കാലം, നിത്യമായ കാലം മുഴുവൻ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം ജീവിക്കണമെന്ന് യേശു ആഗ്രഹിക്കുക. കുറച്ചു കാലം മാത്രമേ സാത്താന് ഈ ലോകത്തിൽ ആധിപത്യം പുലർത്താൻ കഴിയുള്ളൂ. കുറച്ചു കാലം മാത്രമേ സാത്താന് ഈ ലോകത്തിൽ ആധിപത്യം പുലർത്താൻ കഴിയുള്ളൂ. ആ കുറച്ചു കാലം കൊണ്ട് ജനത്തെ മുഴുവൻ പാപത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകും സാത്താൻ, പിശാച്. അവന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചത്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് കാളകളില്ലാത്തിടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് നിനക്കും വിരോധമായി എഴുന്നേൽക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെ ജയിച്ച് നമ്മുടെ തൊഴുത്തുകളെ നമ്മൾ വെടിപ്പുള്ളതാക്കി എടുക്കണം. ഹല്ലേലൂയ. സഭ ദൈവത്തിന്റെ ഒരു തൊഴുത്താണ്. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ഒരു തൊഴുത്താണ്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, നമ്മുടെ ജീവിതവും കർത്താവിന്റെ ഒരു തൊഴുത്താണ്, സഭയും കർത്താവിന്റെ ഒരു തൊഴുത്താണ്. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ശരിയാണ്, ഞാനും മനസ്സിലാക്കി. നമ്മുടെ ജീവിതം നല്ലൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ കർത്താവിന് വേണ്ടി എത്ര താഴ്ന്നു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ എത്രമാത്രം വിശുദ്ധിയോടെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവിൽ നമ്മുടെ പരിഭവങ്ങൾ മാത്രം പറഞ്ഞ് നമ്മുടെ ജീവിതം തളർന്നു പോകാൻ, നമ്മുടെ പരിഭവങ്ങളും നമ്മുടെ ഇല്ലായ്മകളും നമ്മുടെ കഷ്ടതകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും മാത്രം പറഞ്ഞ് നീ പരാജിതരായി മാറാതെ, ഹല്ലേലൂയ, നിനക്ക് ഈ പ്രതിസന്ധികളെല്ലാം ഉള്ളപ്പോൾ നീ കർത്താവ് ഒരു അടിമയെ പോലെ ഞാൻ അങ്ങയുടെ സന്നിധിയെ ഏൽപ്പിച്ച് അങ്ങയുടെ ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ മഹത്വം ഒരു ശുശ്രൂഷ ജീവൻ ആഗ്രഹിക്കുന്നു. അവിടെ നിനക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാകുകയാണ്. നിന്റെ പരാജയത്തെ മാറ്റാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. നിന്റെ ബാധ്യതകളെ മാറ്റിയെടുക്കാൻ യേശുവിന് മാത്രമേ ഉള്ളൂ. മരണക്കിടക്കിൽ നിന്നെ എഴുന്നേൽപ്പിക്കാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. വ്യാധികളിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ശത്രുവിന്റെ കയ്യിൽ നിന്നെ വിടിവിക്കാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ലോകം, ജഡം, പിശാച് നിനക്കെതിരെ ഒന്നിച്ചെഴുന്നേറ്റാലും അതിനെതിരെ യുദ്ധം ചെയ്യണമെങ്കിൽ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ലോകം, ജഡം, പിശാച് ഒരുപോലെ നിനക്കെതിരെ കടന്നു വന്നാലും, ഹല്ലേലൂയ, അവിടെയും പതറിപ്പോകാതെ വലം കൈ പിടിച്ച് അതിനെ എതിർത്ത് നിന്ന് പോരാടുവാനുള്ള ആത്മസാന്നിധ്യം ദൈവം നിനക്ക് പകരും. രക്തം ചെയ്യും. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഞാൻ ഈ വചനമൊക്കെ പറയുമ്പോൾ ഒരുപാട് ഹല്ലേലൂയ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാറുണ്ട് ഞാൻ പലപ്പോഴും. പ്രൈസ് ദി ലോർഡ്. അല്ലേ, ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഓരോരുത്തർ കൊണ്ടുവരും. എന്നാൽ അടിപാതറിപ്പോകാതെ വിശ്വാസത്തിന്റെ തീർച്ചയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു അടിമയെപ്പോലെ ഈ ലോകമാകുന്ന വയലിൽ കർത്താവിന്റെ വേണ്ടി നിൽപ്പാൻ, കർത്താവിന് വേണ്ടി കൊയ്യുവാൻ, ആത്മാക്കളെ നേടുവാനുള്ള ആ ആഗ്രഹത്തോടെ ദൈവത്തിന് മുഴങ്ങാലും അടക്കി പ്രാർത്ഥനയ്ക്ക് സമയം കൊടുക്കും. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥന ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിന്റെ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറി എൻ്റെ കർത്താവിന്റെ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ പകരുമ്പോൾ ഞാൻ വളരെ സന്തുഷ്ടനായി മാറും. രക്തം ചെയ്യും. എല്ലാം മറന്നു പോകുന്നേ, എല്ലാം മറന്നുപോകും. എന്നെ കേൾക്കുന്ന മാതാപിതാ, സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ എന്ത് കഷ്ടതയുണ്ടായിരുന്നു, നീ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ എല്ലാം മറന്നു പോകും. കാരണം നിന്റെ വേദനകളെ മറക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിനക്ക് ആത്മാവിന്റെ അഭിഷേകം പകരുന്നത്.
കഷ്ടതയുടെ തിരിച്ചുകളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ആത്മാവിൽ ആരാധിച്ചുണരുമ്പോൾ, ആത്മാവിൽ ആരാധിച്ച് നീ ശക്തി പ്രാപിക്കുമ്പോൾ നിന്റെ സങ്കടങ്ങൾ മുഴുവൻ മാറിപ്പോകും എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മുടെ വേദന മാറുന്നത്? നമ്മളൊരു മരത്തെ നോക്കിയാൽ, ഒരു മരം, നിങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുന്ന നല്ല വൃക്ഷങ്ങളെ നോക്കണം. ആ വൃക്ഷങ്ങൾ നന്നായിട്ട് തഴച്ചു വളർന്ന് നിൽക്കുകയാണ്. എന്നാൽ ആ വൃക്ഷങ്ങൾ അനവധി ഇലകൾ പഴുത്തു നിൽപ്പുണ്ട്. അല്ലേ? ഒരു മരത്തിൽ ഒരുപാട് ഇലകൾ പച്ചയ്ക്ക് തഴച്ചു നിൽക്കുന്നു, അതുപോലെ ഒരുപാട് ഇലകൾ പഴുത്തു നിൽക്കുന്നു. എന്നാൽ പച്ചിലകൾ അറിയാതെ പഴുത്ത ഇല തന്നെ ഞെട്ടറ്റ് വീഴുന്നു. ആ പഴുത്ത ഇലകൾ അടർന്നു വീണത് അതിന് മുകളിൽ നിന്ന പച്ചിലയോ ആ മരവും അറിഞ്ഞില്ല. ഒരു പഴുത്ത ഇല പൊഴിഞ്ഞു പോയത് കൊണ്ട് മരം കുലുങ്ങിയില്ല, മുകളിലുള്ള പച്ചിലകൾ അനങ്ങിയില്ല. അവയെ അറിയാതെ ആ പഴുത്ത ഇലകൾ പൊഴിഞ്ഞു പോയതുപോലെ നീ ദൈവത്തിനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ കുറവുകൾ, പഴുത്ത ഇല പോലെയുള്ള സാഹചര്യങ്ങളെ അത് നിന്നിൽ നിന്ന് മാറി നീ തഴച്ചു വളരുന്ന ഒരു വൃക്ഷമായി നിൽക്കും. അല്ലേ? ആറ്റിരികത്ത് നട്ടിരിക്കും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വളർത്തുമായ വൃക്ഷം പോലെ നീ നിന്നെ ദൈവം ആക്കിയെടുക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യാം. പ്രൈസറോ. അപ്പൊ നമ്മൾ ജീവിതത്തിലേക്ക് മടങ്ങി വരിക. അപ്പൊ നമ്മൾ കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കണം. കാളയുടെ മറ്റൊരു സ്വഭാവം ഭാരം ചുമക്കുന്നതാണ്. അതുപോലെ നാമും തമ്മിൽ ഭാരങ്ങളെ ചുമന്ന് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കണമെന്നാണ് ഗലാത്യലേഖനം അല്ലെങ്കിൽ 6-ാം വാക്യം പറയുന്നത്. ക്രിസ്തുവിന്റെ സ്വഭാവം ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തണം. പ്രൈസലോ. അപ്പൊ കാളകളുടെ മറ്റൊരു സ്വഭാവം ഭാരം ചുമക്കുന്നത്. അതുപോലെ നാം തമ്മിൽ ഭാരങ്ങളെ ചുമന്ന് ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിലേക്ക് ചുമക്കണമെന്ന്. അതുകൊണ്ട് ഗലാത്യന് 6-1-2 വാക്യം, സഹോദരന്മാരിൽ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായി നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യത ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ വിശ്വാസികൾ തെറ്റി അകലപ്പെടുന്നതിന് വളരെ സാധ്യതയുണ്ട്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു എന്ന് യാക്കോബ് 3:2 വായിക്കുന്നുണ്ട്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാത്തുകൊള്ളണമെന്ന് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികൾക്ക് തെറ്റിൽ അകപ്പെടുവാനുള്ള സാധ്യത സ്തോത്രം വെളിപ്പെടുത്തുകയാണ്. കർത്താവിന്റെ പ്രാർത്ഥന എന്തായാലും നാം തെറ്റിപ്പോകാതിരിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിത സൂക്ഷ്മതയോടെ നയിക്കണമെങ്കിൽ നാം പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം. ക്രിസ്ത്യ ജീവിത സൂക്ഷ്മതയോടെ നയിക്കണം, നാം പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞാൽ ജോസഫിനെ പോലെ ഒരു പോറൽപ്പേരും ഏൽക്കാതെ തന്നെത്താൻ സൂക്ഷിക്കുവാൻ വിശ്വാസികൾക്ക് കടപ്പാടുണ്ട്. പഴയത്തിൽ യോസേപ്പില്ലേ? പഴയതിലെ യോസേപ്പിന്റെ ശരീരത്തിൽ പോറൽ പോലും ഏൽക്കാതെ യോസേപ്പിനെ സൂക്ഷിക്കാനുള്ള കടപ്പാട് യോസേപ്പിനുള്ളതായിരുന്നു. അത് നമ്മുടെ ശരീരത്തിൽ പാപത്തിന്റെ പോറലേൽക്കാതെ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുവാനുള്ള കടപ്പാട് നമുക്കുള്ളതാണ്. എങ്കിൽ മാത്രമേ ക്രിസ്ത്യ ജീവിതം വിജയത്തിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ തെറ്റിൽ അകപ്പെട്ടു പോകുന്നവരോട് സ്നേഹബുദ്ധിയായി ഇടപെടണമെന്ന് 2 തെസ്സലോനിക്ക ലേഖനം 3:15 പറഞ്ഞു. ഒരു മനുഷ്യൻ വല്ല തെറ്റിലും പോയാൽ അവനെ മാറ്റി നിർത്തി, അവനെ ഒഴിവാക്കി, തെറ്റുകാരനാണെന്ന് പറഞ്ഞ പഴിയാനി തള്ളിക്കളയാതെ, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ തെറ്റ് കണ്ട അവനെ ഒഴിവാക്കാതെ അവനെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി മടക്കി കൊണ്ടുവന്ന് ദൈവത്തോട് ചേർത്ത് നിർത്തണം. ഹല്ലേലൂയ. അതൊരു മനുഷ്യൻ വല്ല തെറ്റിലകപ്പെടാത്ത മനുഷ്യനാരുമില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം. ഒരു കൂട്ടം ജനങ്ങൾ അല്ലെങ്കിൽ യേശുവിന്റെ ഇടക്കിൽ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച സ്ത്രീയെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. യോഹന്നാനിലാന്ന് തോന്നുന്നു. ഹല്ലേലൂയ. അപ്പൊ അവര് പറയുന്നുണ്ട്, ഗുരു മോശയുടെ ന്യായപ്രമാണപ്രകാരം ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് വ്യവസ്ഥ, നിയമ പ്രമാണം. നീ എന്ത് പറയുന്നു? യേശു നിലത്ത് വിരൽ കൊണ്ട് കുനിഞ്ഞിൽ എഴുതിക്കൊണ്ടിരുന്നു. അവസാനം യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവരെ കല്ലെറിയട്ടെ എന്ന് പറയുന്നു. ചെറിയൊരു വലിയൊരു എല്ലാവരും മടങ്ങിപ്പോയി. അപ്പം യേശുവിന്റെ അരിക്കൽ കടന്നു വന്ന ആരെയും യേശു വെറുതെ വിട്ടില്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ അവനെ സ്നേഹബുദ്ധിയാൽ അവനെ ഉപദേശിച്ച് അവനെ ആ പാപത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുന്നതാണ് ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ അതിനകത്തൊക്കെ വളരെ വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനൊക്കെ വിശ്വാസം നിൽക്കുന്നത്.
എന്നെയൊക്കെ ദൈവമക്കൾ, ദൈവദാസന്മാർ, ദൈവസഭ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വിശ്വാസത്തിന്റെ പടി പോലും കാണത്തില്ലായിരുന്നു. അത്ര പാപിയായി എന്നെ ദൈവം സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഒരു കൂട്ടം ഞാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചതാണ് ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കാൻ കാരണമായത്. എൻ്റെ ഏരിയ എന്നെ കേൾക്കുന്ന മാതാപിതാവി, നമ്മൾ കർത്താവിന് നിൽക്കണം. അല്ലേലൂയ. അപ്പം ആത്മഭാരം, സഭയെക്കുറിച്ചുള്ള ഭാരം, അല്ലേലൂയ, ദേശത്തെക്കുറിച്ചുള്ള ഭാരം മുതലായവ നിങ്ങൾക്കുണ്ടായിരിക്കും. ആത്മഭാരം, സഭയെക്കുറിച്ചുള്ള ഭാരം, മക്കളെക്കുറിച്ചുള്ള ഭാരം, ഭർത്താവിനെ കുറിച്ചുള്ള ഭാരം, ഭാര്യയെക്കുറിച്ചുള്ള ഭാരം, സഹോദരങ്ങളെ കുറിച്ചുള്ള ഭാരം, അല്ലേലൂയ, നിങ്ങളെ കുറിച്ചുള്ള ഭാരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു ആത്മഭാരം ഉണ്ടായിരിക്കണം. പാപത്തിൽ വീണ് കിടക്കുന്ന ജനത്തെ നേടിയെടുക്കാൻ വേണ്ടി ഒരു അടിമയെ പോലും ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ഏതോ എന്തോ എന്ന് നിങ്ങൾ ചിന്തിക്കാതെ എന്റെ ജനം നശിക്കുന്നുവല്ലോ, സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ ദേശത്തിലെ ജനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ള ഭാരം ഏറ്റെടുക്കണം. അത് നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ് ദേശത്ത് അതിക്രമം വരുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ് ജനം പാപത്തിലേക്ക് കടന്നു പോകുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദേശം ഉണരാൻ തുടങ്ങും, കുടുംബം ഉണരുവാൻ തുടങ്ങും. നിങ്ങളുടെ ദേശത്തെ ജനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നിങ്ങൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കാള എന്ന് പറയുന്ന അടിമയെ പോലെയാ, അല്ലെങ്കിൽ അടിമയെ പോലെ വേല ചെയ്യുക. മാർക്കോസ് സുവിശേഷത്തിൽ യേശുക്രിസ്തു എന്താണ്? ഒരു അടിമയെ പോലെ. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് അടിമയെ പോലെ ഏൽപ്പിച്ചു കൊടുത്ത് പിതാവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യാൻ നാം തയ്യാറാകണം. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഏകദേശം 20 ലക്ഷം ഇസ്രായേലിന്റെ ഭാരം മോശ ഒരാൾ മാത്രം ചുമന്നുകൊണ്ട് കനാനെ നോക്കി നടന്നു. മോശയുടെ ഭാരം വഹിക്കുവാൻ അസാധ്യമായിരുന്നാകിയാൽ ദൈവം മോശയുടെ മേലിരുന്ന ഭാരത്തെ എടുത്ത് 70 മൂപ്പന്മാരുടെ മേലും വെച്ചുവെന്ന് സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ 11 സംഖ്യാപുസ്തകം 11 11 വാക്യത്തിലും 17, 25 വായിക്കും കാണാൻ കഴിയുന്നുണ്ട്. അത് യേശു പറയാം, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനും ആയുള്ളവരെ എല്ലാവരുടെ അടുക്കൽ വരുമെന്ന് മത്തായി 11:20 യേശു പറയുന്നു. അതെ, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ആത്മഭാരത്തോടെ നീ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മഭാരത്തോടെ നീ ദൈവത്തിന് നിൽക്കണം. കർത്താവിനെ സ്നേഹിക്കുന്നവന്റെ ദാസനായ ദാസിയായ ദൈവത്തെ വിളിച്ച് ഒരടിമയെ പോലെ ദൈവം ഇവിടെ നിന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന നിന്റെ കൂട്ടക്കാർക്ക് വേണ്ടി, നിന്റെ ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നീ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവരാജ്യം നിന്നിൽ വെളിപ്പെടുന്നത്. അതെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കാളകളില്ലാത്തൊരു തൊഴുത്തുന്ന വെടിപ്പുള്ളത്, അത് എന്റെ ജീവിതത്തെ വെടിപ്പോടുകൂടി നീ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ചില അത്ഭുതങ്ങൾ കർത്താവിൽ ചെയ്യും. പരിശുദ്ധ ചിലരെ ശക്തമായിട്ട് നാളുകളിൽ ദൈവകരങ്ങൾ ഉപയോഗിക്കാൻ പോവുക. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തിനായി വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കും ജനത്തിനായി കർത്താവിന്റെ കരസേന, വ്യോമസേന, നാവികസേന, അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSF സൈന്യത്തിനായി ക്രമസമാധാന പാല നിയമ രംഗത്ത് രഹസ്യാംശങ്ങളെ, പോലീസിന്റെ ജുഡീഷ്യൽ വിവിധ സെക്ഷനുകൾക്കായി സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, സാമ്പത്തിക മേഖലയിൽ ഭാഗ്യ മേഖലയായിരിക്കുന്ന എല്ലാ കേന്ദ്ര സംസ്ഥാന എല്ലാ രാജ്യരാഷ്ട്ര തലവന്മാരെയും, ശൈശവത്തിനും കൗമാരത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിനും ജ്ഞാനം, വൃത്തരും, അശമ, യാചകർ, ഓർഫനേജ്, ജോലി തടവറയിലായിരിക്കുന്ന കടലോരവാസികളെ, തീരദിവസം മത്സ്യബന്ധന്റെ ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ, കരയിൽ, കടലും, ആകാശമാർഗം, വാഹനം ഓടിക്കും, വാഹന സെയിൽസ്, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്, മോട്ടോർ യൂണിയൻ രംഗത്ത് ജോലി ചെയ്യുന്നവർ, എല്ലാ ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിനെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് വഴിയോര കച്ചവടക്കാരെ, വലിച്ചതും എന്റെ വ്യാപാരി വ്യവസായികളെ, ക്ഷീരമേഖലയും കാർഷിക മേഖലയും ജോലി ചെയ്യുന്നവർ, കരികളിലും കമ്പനികളും ഫാക്ടറിയും ജോലി ചെയ്യുന്ന, പാടത്തും പറമ്പിലും കോടിയിൽ വേല ചെയ്യുന്ന, വളരെ കഠിനാധ്വാനം ചെയ്യുന്ന കർത്താവ് ജനത്തിനായി പ്രാർത്ഥിക്കുന്ന. മദ്യത്തിനും മയക്കുമരുന്നിനും മനസ്സിലേക്ക് അടിമപ്പെട്ട് കിടക്കുന്ന, ലോകത്തിന് വെറുക്കുത്തുകൾ വീട് കിടക്കുന്ന, സാത്താന്റെ തന്ത്രം കുടുങ്ങിക്കിടക്കുന്ന, പാപ, ശാപ, രോഗ, ബന്ധന, ആഭിചാര, മന്ത്രവാദ, ദുർമന്ത്രവാദങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന നിരവധി ആളുകൾ, മാരമായ രോഗങ്ങൾക്കും വ്യാധികളാൽ ഭാരപ്പെട്ട, കുടുംബം തകർന്ന, കുടുംബജീവിതം ചിഹ്ന
ശൂന്യമായി കിടക്കുന്ന ആമേ ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന തലമുറയില്ലാത്തവർ സ്വാമി കർത്താവ് ജീവിതം തകർന്നു കിടക്കുന്ന അനവധി ആളുകളെ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ പേരെ സ്നേഹിച്ച നാട്ടിൽ കർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്ന കർത്താവിന്റെ ആമേ ശ്രേഷ്ഠന്മാരായ ദാസന്മാർ ദാസന്മാരുടെ മക്കൾ വിദേശത്ത് ജോലിക്ക് കടന്നുപോയിരിക്കുന്ന സൗരന്മാർ കഷ്ടത മടരാലും വേദന അനുഭവിക്കുന്നവർ സാലറി കിട്ടാതെ നാട്ടിൽ കിടന്നു വിസ നഷ്ടപ്പെട്ട പാസ്പോർട്ട് നഷ്ടപ്പെട്ട വിസയ്ക്ക് വേണ്ടി ആഗ്രഹം പാസ്പോർട്ട് പുതുക്കി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അല്ലേലൂയ. വിവിധ നിലകൾ കഷ്ടം സഹിക്കുന്ന അനവധി ആളുകൾ കർത്താവിന് വേണ്ടി ചേരുവാസം അനുഭവിക്കേണ്ട ദൈവദാസ്യദാസന്മാർ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾ മടങ്ങി വരട്ടെ. ഈ ലോകമാകുന്ന വയലിൽ കർത്താവിന്റെ ശിഷ്യനായി നിന്നുകൊണ്ട് കർത്താവിന്റെ മഹത്വം പേര് വേല ചെയ്യുവാൻ സകല ജനത്തെ ഒരുക്കിയാട്ട് യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ.